കേസല്ല. ഞാനിവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. സുഗതൻ എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം കൗൺസിലിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പം നടന്നിരിക്കുന്ന പ്രശ്നം കോടതിയാണ് അത് പരിഹരിക്കാനുള്ളത്. അദ്ദേഹം ഒരു ലീവ് ആപ്ലിക്കേഷൻ പറയുമ്പോഴത്തേക്കും അതിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് അംഗീകരിക്കണമെന്നുള്ള നിലപാടാണ് ഞാൻ പറയുന്നത്. ഈ പ്രതിപക്ഷത്തോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്, എന്ത് നിയമ നടപടികൾ വരണ്ടോട്ടെ. നിയമ നടപടികൾ വരുന്ന സമയത്ത് ആ സമയത്താണ് തീരുമാനം എടുക്കാനുള്ളത്. ഒരു കൗൺസിലിനെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എപ്പോഴും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വതന്ത്രനായിട്ടുള്ള കൗൺസിലറാണ് നിങ്ങൾ പറയുന്നതാണ് UDF സ്വതന്ത്രനാണ്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ ഇടതുപക്ഷത്തിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷമുള്ള എൻ്റെ പ്രവർത്തനം കോൺഗ്രസ്സാണ്. ഞാൻ കോൺഗ്രസ് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്ന സമയത്ത് എനിക്കുണ്ടായ അന്നുള്ള പ്രശ്നത്തിന് പുറത്താണ് ഞാൻ സ്വതന്ത്രനായിട്ട് വരുന്നത്. അത് UDF സ്വതന്ത്രം എന്നത് നിങ്ങൾ ഉച്ചരിക്കുന്ന വാക്കുകളാണ്. സുഗതനെ ഇപ്പോൾ കാപ്പ കേസിൽ ജയിലായ ഒരാളാണ്. മറ്റു ഏതെങ്കിലും പ്രശ്നം കൊണ്ട് അവധിയായ ആളല്ല. കാപ്പ കേസിലെ പ്രതിയായും അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് കാപ്പ കേസിലായതും ഏത് സാഹചര്യത്തിലായെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അത് അതിൻ്റെ നിയമവഴിക്ക് അത് നടന്നോട്ടെ. ഇപ്പോൾ ഒരു അപേക്ഷ വരുമ്പോൾ ഒരു കൗൺസിലറിനെ അദ്ദേഹം ഇലക്റ്റഡായി വന്നതാണ്. ആരും കൊണ്ട് വെറുതെ പേരെഴുതി വെച്ചിട്ടുള്ളതല്ല. ഞാൻ ഈ പറയുന്ന ഞാനെന്നാണ് എനിക്കിതൊരു അവസരം വന്നു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ പ്രതികരിക്കണമെന്നാണ്. ആരായിരുന്നാലും കൂടെ നിന്ന് സഹായിക്കണമെന്നുള്ളതാണ്. സുഗതൻ്റെ ആവശ്യമാണല്ലോ കൂടെ വന്നിരിക്കുന്നത്. BJP ഇനിയിപ്പോൾ നാളെ ഒരു ദോഷമായ കാര്യമല്ല, ഞാൻ റിയാക്ട് ചെയ്യും. അത് വേറെ കാര്യം. ഈ ഒരു കാര്യത്തിലുള്ള പിന്തുണയാണ്. അതെ.